ഹ്യൂമൻ സ്പിരിറ്റ് റെസ്പോൺസ് ടു വേർഡ്സ്. മനുഷ്യൻ്റെ ആത്മാവ് വാക്കുകൾക്ക് അനുസരിച്ച് ചലിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവിന്, അന്തരാത്മാവിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ആത്മാവുള്ള വ്യക്തികൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യത്യാസമുണ്ട്. അതായത് മഹത്വത്തിൽ നിന്നും തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇന്നലത്തെ പോലല്ല ഇന്ന് നമ്മൾ കത്തുന്നത്. വി ആർ ഓൾ ബേണിങ് ഇൻ ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് അനുഭവിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രായം ചെല്ലുന്തോറും പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണ് എങ്കിൽ ആ വീട്ടിൽ ആ പ്രായം ചെന്നവരെ നിൽക്കുന്ന ഒരു ഐശ്വര്യമാണ്. അത് മനസ്സിലാക്കണം. പലപ്പോഴും പലരും, എൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള പലരും പറയാറുണ്ട്, നമുക്കൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു, മുഴുവൻ നേരവും മുന്നേശത്തെ മുറിയിരുന്നു വേദപുസ്തകം വായിച്ചുകൊണ്ട്. റോഡിൽ കൂടെ പോകുന്നവർ നോക്കുമ്പോഴും അവർ വായിച്ചുകൊണ്ടേ ഇരിക്കും, അവർ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇടയ്ക്ക് അവർ വേണ്ടാത്തതും പറയാറുണ്ട്. അത് മനുഷ്യനല്ലേ, രണ്ട് തട്ടുണ്ടല്ലോ മനുഷ്യന്. പക്ഷെ അവർ പറഞ്ഞ അനുഗ്രഹ വാക്കുകൾ ഒന്നും മാറിപ്പോയിട്ടില്ല. അവയെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. നമ്മളെ കാണുന്ന ഒരു ദൈവം, കരുതുന്ന ദൈവം. ഒരു ഭവനത്തിൽ ഒരാൾ പ്രാർത്ഥിച്ച് ദൃഢമായിട്ട് നിന്നാൽ ആ ഭവനത്തെ രക്ഷിക്കും. വൺ പേഴ്സൺ, ഒരു വ്യക്തി മതി. ഒരു മോശ, ഒരു അഹറോൻ, ഒരു ദാവീദ്, ഒരു ദാനിയേൽ, ഒരു മോശ, ഇങ്ങനെ നമ്മൾ ഓരോ നോക്കുമ്പോഴേ ഒരു ജീസസ്, ഇവർ ഒറ്റ വ്യക്തികൾ മതി. ഒത്തിരി ആളുകളെ ദൈവത്തിന് ആവശ്യമില്ല. പക്ഷേ 100% ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സന്മനസ്സുള്ളവരായിരിക്കണം. എപ്പോഴും പെർഫെക്റ്റായിട്ടുള്ള ലൈഫൊന്നും നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെങ്കിലും തീർത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നിനക്കെതിരായിട്ട് ആറ് നിൽക്കും. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം എനിക്ക് അനുകൂലമാക്കാനായിരിക്കണം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. ബാക്കിയെല്ലാം അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ വന്ന് അത് വീണോളും. ബിക്കോസ് സീക്ക് ye first the kingdom of God and all these things shall be added unto you. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഒത്തിരി സുഖം കൊടുത്ത് വളർത്തുന്നത് ശരിയല്ല. അത് ഇപ്പോഴത്തെ കാലത്ത് ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചു. നമ്മളൊക്കെ പണ്ട് കാലത്ത്, ഇപ്പം ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ പോലും ഞാൻ ദൈവകൃപയാൽ നല്ല വരുമാനമുള്ള സമയമാണ്. പക്ഷേ മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയില്ല, പ്രാർത്ഥിച്ച് നോക്ക്, ദൈവം പറയുന്നുണ്ടോ. ദൈവം അത് പറയുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തരും, അതല്ല എങ്കിൽ വേണ്ട. ഒരു ഹോൾട്ടിംഗ് ആണ്. ചോദിക്കുന്ന എല്ലാം കൊടുക്കുക എന്നുള്ളതല്ല. എല്ലാം ചോദിക്കുന്ന ദൈവം പോലും തരുന്നില്ല. കാരണം എന്തുവാ? ഹീ ഈസ് ടീച്ചിങ് അസ് ദ ഡിസിപ്ലിൻ. യേശുക്രിസ്തുവിനെ പോലും പഠിപ്പിച്ചെടുത്തത് അവന് ശിക്ഷണത്തിൽ കൂടെ എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ എല്ലാം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ദൈവത്തിന് എടുക്കുക ചെല്ലാതെ ഈ ദൈവത്തെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു പോകാം. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഹ്യൂമൻ സ്പിരിറ്റ് റെസ്പോൺസ് ടു വേർഡ്സ്. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മളോട് വാക്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. ഡെയിലി കൺഫെഷൻ. നാളെ അന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ലേൺ ടു സ്പീക്ക് ആസ് ജീസസ് സ്പീക്സ്. യേശു എങ്ങനെ അത് കാര്യം പറയുമോ അതുപോലെ പറയാൻ പഠിക്കുക. പിതാവിൽ നിന്ന് കേട്ടതല്ലാതൊന്നും യേശു പറയുന്നില്ല എങ്കിൽ, ഒരു ഭാര്യ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ വരുമ്പോൾ നമ്മൾ ഭർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ചേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു സത്യം നമ്മൾ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഭർത്താവിൻ്റെ വലിയ കഴിവുകൊണ്ടൊന്നുമല്ല. ഈ കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരുള്ള വീട്ടിലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സത്യം, പുള്ളിക്കാരൻ വലിയ ബഹളം വെക്കും, അടിയും ബഹളം ഒക്കെ ഉണ്ടാക്കിയാലും ആ ഭാര്യ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭാര്യ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളെന്ന് പറയും. എന്നാൽ വഴക്കും വയ്യാവലി ഒന്നും ഇല്ലാത്ത കുടുംബത്തിലാണെങ്കിൽ ആ ഭാര്യ അത്രയും റെസ്പോൺസായിട്ട് ചെയ്യുന്നത് കാണത്തില്ല. കാരണം അവർക്ക് പേടിയുണ്ട്, ഒരു റെവറൻഷ്യൽ ഫിയർ. അത് കള്ളു കുടിക്കുമ്പോഴേ വരത്തുള്ളൂ എന്ന് ചോദിച്ചാൽ കള്ളു കുടിക്കുമ്പോൾ അടി കിട്ടുമെന്നറിയാം. എന്തുകൊണ്ട് ദൈവത്തെ അല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ ഒക്കുന്നില്ല? ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സ്നേഹത്തോട് പറയുമ്പം അതിൻ്റെ സീരിയസ്നെസ്സായിട്ട് എടുത്തിട്ട് യേശുവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാൻ നമ്മൾ പഠിക്കുക. ദ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഈസ് മെനി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ എ മിറക്കിൾ. പവർ ഓഫ് വേർഡ്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻ യുവർ മൗത്ത്. Daily confession shapes your future. Human spirit responds to words the same way soil responds to seeds. Every word spoken repeatedly is like a seed
പ്ലാന്റഡ് ഇൻ ദ ഹാർട്ട്. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഇതാണ്, നമുക്ക് മനുഷ്യനാകുന്ന നമുക്ക് എന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഉടനടി കിട്ടണമെന്ന് ആഗ്രഹമാണ്. സ്പീഡിൽ എല്ലാം ഇപ്പം ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. അത് കുഞ്ഞുങ്ങൾക്കൊരു മൊബൈൽ ഇപ്പം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രഷറാണ്. കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഇല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്, എനിക്കും വേണം. നമ്മുടെ മോടെ തന്നെ അമേരിക്കയിൽ ചെന്നപ്പം 12 വയസ്സ് 13 വയസ്സ്, മറ്റു പിള്ളേർക്ക് എല്ലാം മൊബൈലുണ്ട്. പക്ഷെ നമ്മുടെ കൊച്ചുമോന് മാത്രം കൊടുത്തിട്ടില്ല. അപ്പം അവൻ ചെന്ന് അവൻ്റെ വല്യമ്മയോട് അപ്പൻ്റെ അമ്മയോട് എന്ന് പറയും, മമ്മി ഗ്രാൻഡ് മാ പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഫോൺ ആവശ്യമുണ്ട്. അവർ വന്ന് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ എൻ്റെ മോള് പറയും ഇല്ല കൊടുക്കത്തില്ല. ഞാനൊന്നും പറയത്തില്ല, കാരണം ദേ ഹാവ് ടു ചൂസ്. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർ കൊച്ചിനെ കൊണ്ടുപോയി അവനെ ഉപദേശിച്ചു കൊടുത്തു. ചില സന്ദർഭങ്ങളിൽ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നീ പ്രൈവറ്റ് റൂമിൽ ഇരിക്കാനൊക്കത്തില്ല. ഉപയോഗിച്ച് കഴിയുമ്പം മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് മുൻവശത്തെ മുറിയിൽ വെച്ചിരിക്കണം. വളരെ അതങ്ങനെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടാണ് മൊബൈൽ കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളത് അനുസരിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ റിട്രാക്ട്, അത് എടുത്തു മാറ്റും. എത്രയോ അമ്മയപ്പന്മാർ പറയുന്നത് കുഞ്ഞുങ്ങൾ മൊബൈലും കൊണ്ട് അടുക്കളയ്ക്ക് അകത്തെ മുറിക്കകത്ത് കയറിയിരുന്ന പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ബിക്കോസ് യു നെവർ സെറ്റ് ദ പ്രിൻസിപ്പിൾ ഓർ ദ ബൗണ്ടറി ബിഫോർ ഹാൻഡ്. ദൈവം ചില ബൗണ്ടറികൾ നമുക്ക് വെച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾക്ക് നാവിന്മേൽ ദൈവം ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. വിച്ച് യു സേ വിൽ ഹാപ്പൻ. നീ എന്ത് പറയുന്നോ അത് സംഭവിക്കും. നമ്മുടെ അന്തരാത്മ കുഞ്ഞുങ്ങളെ അപ്പന്മാർ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ അല്ലേലും നാശമാണ്, നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് സൈൻ. അതേസമയം ഏത് പ്രശ്നത്തിലും എൻ്റെ ദൈവം എൻ്റെ മകനെ എനിക്ക് തന്നതാണ്, അവനൊരു അനുഗ്രഹമാണ്, അവൻ്റെ ഏത് പ്രശ്നത്തിലും അവൻ അനുഗ്രഹമായി മാറും എന്ന് നമുക്ക് നാവുകൊണ്ട് പറയാൻ സാധിച്ചാൽ കർത്താവിന് പ്രവർത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ വാക്കുകളും പറയുന്നത് ഓരോ സീഡ് അല്ലെങ്കിൽ വിത്തുകൾ ഭൂമിയിൽ ഇടുന്നത് പോലെയാണ്. വിത്തിട്ടാൽ എൻ്റെ ഗുണം, ആ വിത്ത് നല്ല നിലത്താണ് വീഴുന്നത് എങ്കിൽ അത് കിളുക്കും. എവ്രി വേർഡ് സ്പോക്കൺ റിപ്പീറ്റഡ്ലി ഈസ് ലൈക്ക് എ സീഡ് പ്ലാന്റഡ് ഇൻ ദ ഗ്രൗണ്ട് ഇൻ ദ ഹാർട്ട്. ഓരോ വചനം പറയുന്നതും ദിനം പ്രതി നമ്മൾ പറയുമ്പോഴും അതൊരു പുതിയ സീഡായിട്ട് ഹൃദയത്തിൽ ചെന്ന് പതിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ എത്ര ബലഹീനത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന സ്വഭാവം നിർത്തിവെച്ചിട്ട് കർത്താവേ ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട്, ഞാനത് പ്രാർത്ഥിക്കുന്നു. പലരും എന്നെ വിളിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമേരിക്കയിൽ നിന്നൊരു ഫോൺ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഭാര്യ ഭർത്താവ് അവർ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല, എന്നെ ഉപദേശം ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു, എൻകറേജ് ഈച്ച് അതർ, ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു. നമ്മളൊരു തീരുമാനം എടുത്ത് ചിലപ്പം തീരുമാനങ്ങൾ തെറ്റിപ്പോയെന്നിരിക്കും, ബട്ട് forgive it and be reconciling and be happy together. അത് കേൾക്കാനുള്ള മനസ്സുള്ളവർക്ക് അത് പ്രയോജനമാണ്. ഈ ഉൽപ്പത്തിയിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ, ഭൂമിയുള്ള കാലത്തോളം 8:22 ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല. അന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞ സത്യം ഇന്നും നിലനിൽക്കുന്നില്ലേ? ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും. നീ വിതച്ചോ കൊയ്യും, വിതയും കൊയ്ത്തും. അത് വചനത്തിൽ കൂടി ഉണ്ട്. വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, കാലങ്ങളുണ്ട്. അതുപോലെ തന്നെ വേനലുണ്ട്, വർഷമുണ്ട്. നമ്മൾ വെയിൽ വരുമ്പോൾ ചൂട് വരുമ്പോൾ അയ്യോ ചൂടാന്നേന്ന് പറയും. മഴ വരുമ്പോൾ അയ്യോ മഴയാ വെള്ളമാന്നേന്ന് പറയും. എപ്പോഴാണ് ഇത് നല്ലതായിട്ട്? എന്ത് ചെയ്താലാ ദൈവം ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്? Have you really seen it from God's point of view? ചെറിയ ചൂടുണ്ട്, എന്തെങ്കിലും ചെയ്യാവുന്നതൊക്കെ ചെയ്ത് നമ്മളത് ചൂട് കുറയ്ക്കാൻ നോക്കും. പക്ഷേ ദ വേ വി സീ തിങ്സ്, അതിനാണ് പ്രാധാന്യം. കിടക്കുന്നത് ഭൂമിയുടെ ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകത്തില്ല. ദൈവം പറയുന്നത് നിന്നു പോകാനൊക്കത്തില്ല. അപ്പോൾ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നല്ല വചനമായിരിക്കണം. അതിന് വരെ നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. 5 നല്ല കാര്യം പറഞ്ഞു വെച്ച് ഒരു നെഗറ്റീവ് പറയട്ടെ, ആ വ്യക്തി ആ നെഗറ്റീവ് മാത്രമേ ഓർക്കത്തുള്ളൂ. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. ദി ഒൺലി വേ വി ക്യാൻ ഡു ഇസ് ദാറ്റ് അവരേറിയ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആത്മാവുള്ളവരോടാണെങ്കിൽ പറഞ്ഞാൽ അല്ലാത്തവരോട് പറയാൻ പേടിയാണ്. ചിലരുടെ വായ അങ്ങോട്ട് തുറക്കുമ്പോഴേ ഒരു പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പാട്ട് അങ്ങോട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് പറയാതെ അവർക്ക് ഉറക്കം വരത്തില്ല. അവരുടെ നാവ്
ഇന്നിങ്ങനെ ട്യൂണ്ടിന്, അതായത് ദുഷ്ട കണ്ണുകൊണ്ടേ അവർ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചിലപ്പം പറയും കർത്താവ് അങ്ങനെയുള്ളവരെ കൊണ്ടുവരരുതെന്ന്. ഞാനിരിക്കുന്നുണ്ട് സത്യമായിട്ടും പറയാം, അങ്ങനെ ദൈവം ചെയ്യുകയും ചെയ്യും. അപ്പം മെനി പീപ്പിൾ സ്പീക്ക് അബൌട്ട് ദ പ്രോബ്ലം. ഇഫ് യു സ്പീക്ക് യുവർ ഡിഫിക്കൽറ്റി എഗെയിൻ ആൻഡ് എഗെയിൻ യു വിൽ ഫോൾ പ്രേ ഫോർ ഇറ്റ്. അതായത് നമ്മുടെ പ്രയാസം തന്നെ പറഞ്ഞ് ഇതിൻ്റെ വിത്താണ് അടുത്തും വലുതും വീഴുന്നത്. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ്. അതായത് ഒരു ഗാർഡനായിട്ട് നമ്മുടെ ഹൃദയം കാണണം. ഒരു ഗാർഡനകത്ത് നീ നടുന്ന ചെടികളെ പൂവിൻ്റെ ആണെങ്കിൽ ആ പൂവിൻ്റെ ചെടി അവിടെ നട്ടാൽ അത് കിളുത്ത് വരും. പിന്നെ അതേന്ന് വിത്ത് വീണിട്ട്, അതല്ല നോക്കാത്ത ഗാർഡനാണെങ്കിൽ അവിടെ മുള്ളും പറക്കാരെയും പിടിച്ചിട്ട് അയൽവക്കക്കാർ നോക്കി ഇത് നോക്കാതെ നടക്കുന്ന ഒരു സ്ഥലമാണ് ആളുകൾക്കൊന്നും. അതായത് പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലം എങ്ങനെ ഐശ്വര്യം പെടും പറയും. നമ്മൾ നമുക്ക് കഴിവില്ലെങ്കിൽ ഒരാളെ നിർത്തി അത് വെട്ടിമാറ്റിക്കണം. അല്ലെങ്കിൽ രണ്ടടി വെച്ച് വെട്ടിമാറ്റല്ലോ ഒരു ദിവസം. വലിയ കാര്യമാണോ? അടുത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരോട്, നീ എന്തിനാ ഈ വിഷമിക്കുന്നത്? ഒരടി 1 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നീ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറയും. അത് എപ്പോൾ ചെന്നാലും അവരുടെ വീട് വൃത്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കും. പറഞ്ഞു ഒരടിയായിട്ട് ക്ലീൻ ചെയ്യാൻ. ഇവിടുന്ന് ക്ലീൻ ചെയ്ത് നമ്മളാണെങ്കിൽ പറയും എന്തിനാ ക്ലീൻ ചെയ്യുന്നത്? അത് 2 ആഴ്ചയ്ക്കാൻ പിന്നെയും പുല്ല് വരുന്നു. സോ വാട്ട്? ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇത് ക്ലീൻ ചെയ്ത്. എൻ്റെ പുരയിടം, എൻ്റെ സ്ഥലം, അത് വിശുദ്ധമായിട്ട് അത് ഫലമുള്ളതാക്കി നിർത്തുന്നത് ദൈവം വന്ന് നോക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഫലമുണ്ടാകുന്ന വൃക്ഷമുണ്ടോ എന്ന് ദൈവം ചോദിക്കും. കർത്താവ് ഒരു സൈഡിൽ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിലും കർത്താവ് പറയുന്നുണ്ട് ഞാൻ കൊടുത്ത താലന്തുകൾ അത് ഉപയോഗിച്ചോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ദുഷ്ടനായ ദാസനെ, ഞാൻ നിനക്ക് 1 താലന്ത് തന്നിട്ട് നീ അതുകൊണ്ട് കുഴിച്ചിട്ടെങ്കിൽ, നീ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതും കൂടെ എടുത്ത് ഉപയോഗിക്കുന്നതിന് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? നീ നിനക്ക് തന്നിരിക്കുന്നത് എടുത്ത് ഉപയോഗിക്കാൻ പഠിക്കുക. വളരെ വേദനയോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആത്മാവ് പറയുന്നത്. നമ്മളിൽ മാറ്റം വരണം. നമ്മളിൽ, അതായത് വലിയവരുടെയും കുറ്റമല്ല, ഞാൻ അവനവനിൽ മാറ്റം വന്ന് ഞാൻ നിൽക്കുന്നിടം ദൈവത്തിൻ്റെ സ്വർഗരാജ്യം ആക്കിയെടുക്കാൻ എനിക്ക് അവകാശം തന്നിട്ട് എന്ത് നാം ചെയ്യുന്നു? അതല്ലേ ആദ്യത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചപ്പോൾ എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധനാമൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. സ്വർഗം ഭൂമി കൊണ്ടുവരാൻ നിനക്ക് അവകാശമുണ്ട്. ശരിയായിരിക്കും, എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട്, ഞാൻ കൊട്ടാരക്കരയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര, ഇപ്പം ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കൊട്ടാരക്കരയായിരുന്നപ്പം നല്ല മനോഹരമായ ഗാർഡനാണ്. 2-2.5 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഗാർഡൻ കണ്ടാണ് സ്ഥലം വാങ്ങിച്ചത്. അവൻ്റെ മനോഹരമായ ഗാർഡൻ അവിടെയുണ്ട്. അപ്പോൾ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ പോകുമ്പം എല്ലാവരും ചെടിയുടെ കമ്പ് വെട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ പൂവിൻ്റെ അരി എടുത്തുകൊണ്ട് പോകും. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്ക വീടുകളിലും എൻ്റെ വീട്ടിലുള്ള ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് കാണാം. എന്തൊരു ഭംഗിയാണെന്ന്. എന്താ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും അവർ. ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ. Let us be the spreading the light around us. നമ്മൾ എല്ലാവർക്കും ഒന്നും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ലെന്നേ, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ അതായത് നമ്മൾ ആരെന്നും എന്തെന്നും തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് അബൌട്ട് യുവർ സെൽഫ്. എന്നെ തന്നെ താഴ്ത്തി സംസാരിക്കണം. അത് വിനയമല്ല. അയ്യോ ഞാനൊന്നും ഇല്ല കേട്ടോ, അത് വിനയമല്ലെന്നേ. ഐ ആം ടെല്ലിങ് യു ദ ട്രൂത്ത്. ഞാൻ ദൈവമക്കളാണ്, പൂർണ്ണതയൊന്നും നേടിയിട്ടില്ല, ബട്ട് ഐ ആം ട്രൈയിങ് എവറി ഡേ. അങ്ങനെ പറയാനൊക്കത്തില്ലേ? എനിക്കൊരു പദവിയില്ലേ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന മക്കൾ ഇവിടുത്തെ അല്ലെന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. എനിക്ക് എന്തൊരു ദുഃഖമല്ലേ. എൻ്റെ കൊച്ചുമക്കൾ ഇവിടുത്തെ അല്ലെന്ന് അവർ പറഞ്ഞാൽ അതിൽ കൂടുതലൊരു ദുഃഖം എന്തുവാ? വേറെ എന്ത്? അവർ ഇവിടുത്തെയാണെന്ന് അറിയണം. അതല്ലേ ദൈവവും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, ദൈവം തിരഞ്ഞെടുത്ത മക്കളാണ് നമ്മളെക്കുറിച്ച് പറയുക. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവേ, ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ കിടക്കാൻ പോകുമ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിൻ്റെ ആത്മാവ് അയച്ചിട്ട് അവരും ഒരുപോലെ നിന്നിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ചോദിച്ച് വാങ്ങിക്കുന്നു. അത് ദൈവം തന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നിൻ്റെ വചനം ഞങ്ങൾക്ക് പുതിയ വിത്തുകളാണ്. ഈ വചനത്തിനകത്ത് അന്നുള്ള വിത്തുകൾ അന്നേക്കുള്ളത് തരുന്നുണ്ട്. ആ വിത്തുകൾ എടുത്ത് കർത്താവെ നിറച്ച് ചാക്കുമായിട്ട്, അത്ര നിറച്ചെടുത്തിട്ട് കുറച്ച് ഞങ്ങളങ്ങ് എറിയും. കുറേ വഴിയോരത്ത് വീഴും, സാരമില്ല.
കുറച്ച് പാറയുടെ പുറത്ത് വീഴും, സാരമില്ല. കുറച്ച് മുള്ളും പറക്കാരുള്ളത് വീഴും, അതും സാരമില്ല. പക്ഷേ കുറച്ച് നല്ല സ്ഥലത്തെങ്കിലും വീഴും, കുറച്ചെങ്കിലും വീഴും, അത് 100 മേനിയായിട്ട് വർദ്ധിക്കും. ആ പാറയുടെ പുറത്തുള്ളതും അല്ലെങ്കിൽ വഴിയോരത്ത് വീഴുന്നതൊക്കെ അപ്പച്ചൻ കിളികളെ കൊണ്ട് എടുപ്പിച്ച് വേറെ വല്ലയിടത്തും കൊണ്ട് ഇടിയിപ്പിക്കുക. അത് അപ്പച്ചന് ചെയ്യല. എന്തായാലും ഇനിയും കളപ്പുരയിൽ വിത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നോ എന്ന് നീ ചോദിക്കുന്നു. അത് ഈ കൊല്ലത്തെ വിത്തുകൾ ഇവിടെ അവിടെ കിടക്കുന്നിട്ട് അത് വെറുതെ കളയുക. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉപയോഗമില്ലാതായി മാറും. അതെടുത്ത് പുറത്തോട്ട് ഇറക്കി, കർത്താവേ അവിടെ ഇവിടെയും ഇടതും വലതും മുൻപും പിൻപും ദൈവത്തിൻ്റെ വിത്തുകൾ എറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ചിലർ സ്വീകരിക്കും, ചിലത് സ്വീകരിക്കത്തില്ല. സാരമില്ല, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ വിത്തുണ്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ. ചാക്ക് കണക്കിന് വിത്ത് തന്നിരിക്കുക, അതെല്ലാം എടുത്ത് ഞങ്ങൾ ഇടുക. അപ്പച്ച ഞങ്ങളൊരു വയലിൽ നിന്നുകൊണ്ട് നിൻ്റെ നാമത്തിൽ ഈ വയലിനകത്തോട്ട് ഈ വചനം എറിയാണ് കർത്താവേ. ഇത് 100 മേനിയായിട്ട് വർദ്ധിച്ച് തിരിച്ചു വരണം. യെശയ്യാ 63:6 പറയുന്നു, ഇനി നിൻ്റെ ധാന്യം അടുത്തോണ്ട് പോകത്തില്ല, നിൻ്റെ വീഞ്ഞ് ശത്രുക്കൾ കുടിക്കത്തില്ല, അത് നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. നിൻ്റെ കുടുംബത്തിന് ഞാനാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ വചനം കടന്നു വന്ന് കർത്താവെ അനുഗ്രഹത്തിൻ്റെ ഒരു കലവറ തുറക്കുമ്പം കർത്താവെ നിന്നെ സ്തുതിപ്പാൻ നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് ഇട്ട് തരണമേ. അവിടുന്ന് അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം. എന്നാൽ മടിയനും അലസനുമായവനോട് നീ വിദ്വേഷിക്കുന്നൊരു ദൈവമാണ്. അലസതയും മടിയും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ. നീ ചെയ്യാൻ പറയുന്ന വിശ്വസ്തയോടെ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറയെ അനുഗ്രഹിക്കാൻ ഓടി വരുന്ന ദൈവത്തിന് നന്ദി. അതാ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ഞങ്ങളെ അധികത്തിൽ വിശ്വസ്തനായിട്ട് ഞങ്ങളെ ആ വിചാരകന്മാരാക്കി മാറ്റുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.